നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ എങ്ങനെയെങ്കിലും ടാറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് നല്ല രീതിയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഷാനവാസ് പുറകെ നടന്നിട്ട് ഇന്നലെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദില നൂറമാർ പറഞ്ഞ കണ്ടം വിറ്റ കഥ, കണ്ടം വിറ്റ് PR കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥ. നമ്മൾ ഇതൊക്കെ കേട്ട് ചിരിക്കുകയല്ലാതെ വേറെ എന്താ ചെയ്യുക? അതായത് ഇയാൾ കണ്ടം വിറ്റ് കൊടുക്കാൻ ഇയാൾക്ക് എന്താ തലക്കോളം ഉണ്ടാ? 10-15 ദിവസം മാത്രമാണ് ഒരു കോമണർ ബിഗ് ബോസിൽ നിൽക്കുക. അതിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗ്യം മാത്രമാണ്. ഏതായാലും ഗെയിമുകളെല്ലാം അയാൾ തൂക്കി, അതുപോലെ പ്രേക്ഷക സ്നേഹം അയാൾ കരസ്ഥമാക്കി. അതുമാത്രവുമല്ല, ഇത് ലക്ഷ്മിയിൽ നിന്നും അറിഞ്ഞ ഷാനവാസും അതുപോലെ ആദിലയും നൂറയും അനുമോളും അവിടെ കിടന്ന് പിന്നീട് പുളകം കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുറകെ നടന്നിട്ട് അനീഷിനെ തളർത്തുക എന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഈ ഫ്രണ്ട് എന്ന് പറയുന്ന കൂട്ടുകാരൻ എന്ന് പറയുന്ന ചതിയനായ ഷാനവാസ്. അയാൾക്കൊരു നിലപാടില്ല, ഒരു ഗെയിമില്ല, ഒന്നുമില്ല. അയാൾ ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ മാത്രമാണ്. അയാളുടെ ഇപ്പോഴത്തെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനീഷിനെ തകർക്കുക എന്നുള്ളതാണ്. ആര് കപ്പ് കൊണ്ടുപോയാലും കുഴപ്പമില്ല, ആര് മുൻപന്തിയിൽ വന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അനീഷ് തകരണം എന്ന് പറഞ്ഞിട്ട് ഇയാള് ഇല്ലാ കഥകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് അനീഷ്. വേണമെങ്കിൽ ബിഗ് ബോസിനത് കട്ട് ചെയ്യാം, പക്ഷെ ബിഗ് ബോസ് അതെല്ലാം പ്രേക്ഷകരെ കാണിച്ചു. എന്തിനാണ്? അതായത് അനീഷിന്റെ നിരപരാധിത്യം അയാൾ തന്നെ ബോധ്യപ്പെടുത്തി തന്നു. ബിഗ് ബോസ് ടീമിനോട് പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിക്കൂ, അന്വേഷിച്ചിട്ട് ഇത് തെറ്റാണെങ്കിൽ എനിക്ക് PR ഉണ്ടെങ്കിൽ എന്നെ പുറത്തു വിടൂ, എന്നെ പുറത്താക്കണം നിങ്ങൾ എന്നുവരെ പറഞ്ഞു. അതുമാത്രം മതി പ്രേക്ഷകർക്ക്. ഇയാൾക്ക് PR ഇല്ല, ഇയാൾക്കൊന്നുമില്ല, ഇയാൾ ഏകനാണ്, ഇയാൾ മാത്രമാണ് ഇയാളുടെ ഗെയിം കളിക്കുന്നത്. അല്ലാതെ വല്ലവനെയും കൂട്ടുപിടിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആദില നൂറമാരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് അനീഷിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ആര്? ഷാനവാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഈ ഒരു സൗഹൃദം തുടങ്ങിയത് എവിടെ വെച്ചാണ്? അതായത് നെവിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ആദില നൂറമാർ അത് തുറന്നു പറയുകയും അങ്ങനെ ഇയാളെ ഒരു ദിവസം മുഴുവൻ അവിടെയുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തുകയും ഇയാളെ കരയിക്കുകയും ഇയാളുടെ കരച്ചിലിൻ്റെ പക്കത്ത് എത്തുകയും ചെയ്തപ്പോഴേ ഇയാളുടെ കയ്യിൽ ഒരു പിടുത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അനീഷ് മാത്രം. അന്ന് അനീഷ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ്, നിങ്ങൾ ഇത് നിഷേധിക്കുന്നില്ലെങ്കിൽ അത് സത്യമായിരിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, അനീഷ് ആ ഒരു മനുഷ്യന്റെ കൂടെ നിന്നത് അയാളോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ്. പക്ഷേ ആ മനുഷ്യൻ കാണിക്കുന്നത് എന്താ? അയാൾ കൊടും ചതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ അനീഷിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളും ആയിട്ട് വന്നപ്പോഴേ ഇയാൾ അവിടെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും. എന്നാൽ അനീഷ് പറയുന്നതിന് ഇയാൾക്കെന്താ? അനീഷ് പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് ഷാനവാസിന് എന്താ പൊള്ളാൻ? ഷാനവാസിന് വേണമെങ്കിൽ ഷാനവാസിന് സംസാരിച്ചൂടെ? ഷാനവാസിന്റെ PR അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഗെയിം എന്ന് അയാൾക്ക് സംസാരിച്ചൂടെ? ബിഗ് ബോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയിട്ടല്ലേ പുറത്തു വിടുള്ളൂ, അല്ലാതെ ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്ത സംഭവമൊന്നും ബിഗ് ബോസ് പുറത്തു വിടത്തില്ല. ഏതായാലും അനീഷ് അങ്ങനെ പറയുമ്പോഴേ അയ്യോ പ്രേക്ഷകർ ഇപ്പോഴും അനീഷിന്റെ കൂടെ തന്നെയാണോ എന്നുള്ള ഒരു അസൂയയും കുശുമ്പും നല്ല രീതിയിൽ ഷാനവാസിന് വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴയാൾ ദ്രോഹിക്കുകയാണ്, അതായത് പുറകെ നടന്ന് ദ്രോഹിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഒരാൾക്ക് പോലും ഇത്രയും വൈരാഗ്യം അനീഷിനോടില്ല. പക്ഷേ ആദിലക്കും നൂറയ്ക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസിനുമാണ് ഏറ്റവും കൂടുതൽ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഇവരോട് അനീഷിനോട് പെരുമാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അതായത് ഷാനവാസ് ഇവരെയൊക്കെ കൂട്ടുപിടിക്കുകയാണ്, ഈ ആദില നൂറമാറെ. അവിടെയൊക്കെ അവരിയ്ക്കുന്നിടത്തൊക്കെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ പറ്റിയാണ്. അനീഷിനെ എങ്ങനെയെങ്കിലും നമുക്ക് തരം താഴ്ത്തണം, അയാൾക്ക് ഇവിടെ ആർക്ക് കപ്പ് കിട്ടിയാലും വേണ്ടിയില്ല, അനീഷിന് കിട്ടരുത് എന്നുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് ആദില നൂറമാരെയും കൂട്ടുപിടിച്ചിട്ട് ഷാനവാസ് ഈ വൃത്തികെട്ട കളി കളിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഷാനവാസിന്റെ നില ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും ഇയാൾ എടുക്കാ പൈസ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പലരെയും കൂട്ടുപിടിച്ചിട്ടാണ് പലരെയും തകർക്കാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല, ആദ്യം തന്നെ ഇയാൾ തകർക്കാൻ നോക്കിയത് ബിന്നിയെയായിരുന്നു. അതായത് ഒരു ഡോക്ടറുടെ ഒരു പ്രശ്നവുമായിട്ട് വന്ന് ഞാൻ നുണ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ബിന്നി അത്ര നല്ലവളായിട്ട് പറയുന്നതല്ല, എന്നാലും ബിന്നിയെ ആദ്യം ഇതുപോലെ ഒരു സംഭവത്തിൽ ഈ ഷാനവാസ് പെടുത്തിയിരുന്നു.
അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, ബിഗ് ബോസ് തുടങ്ങി 1-2 ദിവസം മാത്രം പിന്നിട്ടപ്പോഴേ ഒരു ഡോക്ടറുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ആദ്യം പെടുത്തി. പിന്നെ അതിനങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഇദ്ദേഹം പല ഡേർട്ടി ഗെയിമുകളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ ആദില നൂറമാരെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത്. നിവിന്റെ ഈ പ്രശ്നം തന്നെ ഇയാൾക്കറിയാം. ആദില നൂറമാർ കൊണ്ട് തന്നെ ഇത് പറയിക്കണം, അപ്പോൾ മാത്രമേ ഇവറ്റകളും കൂടി എൻ്റെ കൂടെ കൂടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വക്രബുദ്ധിയായ ഷാനവാസ് ആദില നൂറമാരെയും കൂട്ടുപിടിക്കുകയും അവർക്ക് നല്ല ദേഷ്യം നിവിനോടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ ഇറങ്ങിപ്പോകാൻ കാരണം നൂറയാണെന്ന് വിചാരിച്ച് നിവിൻ നല്ല രീതിയിൽ ഇവരെ ഈ രണ്ടെണ്ണത്തിനെയും അറ്റാക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദില നൂറമാർ പിന്നെ പകയുടെ കനലുമായിട്ട് നടക്കുന്നതാണ്. ആ ഒരു കനല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് തിരിച്ചറിയുന്നു. ഷാനവാസ് പിന്നീട് അത് കൃത്യമായിട്ടും നിവിൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. എറിഞ്ഞു കൊടുത്തപ്പോഴും പിറ്റേ ദിവസം വന്ന ഹോട്ടൽ ടാസ്കും അതുപോലെ തന്നെ ഇവരുടെയെല്ലാം ദൈവമായ ആദില നൂറമാരുടെ ദൈവമായ റിയ സലീം വരികയും ചെയ്തു. റിയ സലീം വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നെവിനെ നീ ഉന്നം വെച്ചു അല്ലടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് ഈ ആദില നൂറ വിചാരിച്ച് ഇവനങ്ങ് തകരുന്നെങ്കിൽ തകരട്ടെ. അങ്ങനെ ഇയാളെ ഒറ്റപ്പെടുത്തുന്നു. ഇയാൾ ആരുമില്ലാതെ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒരു കരം അയാളെ പിടിക്കുകയാണ്. ആ കരമാണ് അനീഷിൻ്റെത്. അതുപോലും മറന്നുകൊണ്ട് ഇന്നും ഇയാള് ആ നന്ദികേട് കാണിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി കെട്ടവൻ തന്നെയാണ് ഈ ഷാനവാസ്, അതിലൊരു സംശയവുമില്ല. ഇയാൾ അവിടെ ഒരു നിമിഷം പോലും തുടരാൻ അർഹനല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ പകയും കൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ കപ്പ് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അതായത് കപ്പ് പിന്നെ ആർക്കാണ് കിട്ടുക നമുക്കറിയില്ല. ചിലപ്പോൾ ഷാനവാസിനായിരിക്കാം, ചിലപ്പോൾ അനീഷിനായിരിക്കാം, ഇല്ലെങ്കിൽ അനുമോളൊക്കെ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ഒരു കൂട്ടുകാരനാ. ഇനി അനീഷ് അവിടെയുള്ള ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കത്തില്ല. കാരണം എന്താ, അയാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അയാളോട് അത്രമാത്രം ചതിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാണുന്ന ന്യായം എന്താണെന്നല്ലേ, ഇവനൊരു സാധാരണക്കാരനായ തെണ്ടിയാണ്, ഞങ്ങളൊക്കെ സെലിബ്രിറ്റിയാണ്. ഈ ഒരു അഹങ്കാരവും കൊണ്ടാണ് ഷാനവാസിനെ പോലെയുള്ള പലരും അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും അനീഷ് അങ്ങ് പുറന്തള്ളി വിടുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അനീഷ് അവിടെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അനീഷ് അവിടെ എന്താ പറയുക ഇതുപോലുള്ള ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല. അയാൾക്കാരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. അയാൾക്ക് കിട്ടിയ അനുഭവം അതാണ്. അയാളെ കൃത്യമായിട്ട് എല്ലാവരും ചതിച്ചിരിക്കുന്നു. അയാൾ പറയുന്ന പല കാര്യങ്ങളും പല ഇതായിട്ടും പല ഘട്ടങ്ങളിലും അയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴയാൾ കണ്ടെത്തിയ മാർഗം എന്താ, ഷാനവാസും വേണ്ട, എൻ്റെ കൂടെ ഒരുത്തനും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അപ്പോഴാണ് ഷാനവാസിന്റെ പുതിയ നമ്പറ് ആദില നൂറമാരെയും കൂടി ഇറക്കിയിട്ട് കണ്ടം വിറ്റ പൈസയാണ് PR കൊടുത്തിന്, നീയാക്കെന്താ ചൊറിയുന്നുണ്ടാ, ഇവിടെ കളഞ്ഞിട്ട് ആകെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 5000 ഉറുപ്പ്യ ശമ്പളമാണ്. ഈ 5000 ഉറുപ്പ്യ ശമ്പളത്തിന് ഇയാൾ കണ്ടം വിറ്റ് കൊടുക്കുക പോലും ഇയാൾക്ക് എന്താ പിരാന്തുണ്ട്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5000 ഉറുപ്പ്യ ഒരു ദിവസം, 5000 10,000 പോട്ടെ, ഇനിയിപ്പോ 10,000 ഉറുപ്പ്യ ഡെയിലി കിട്ടിക്കഴിഞ്ഞാലും ഇയാൾക്ക് എത്രയാ കിട്ടുക? ഒരാഴ്ച 70,000 ഉറുപ്പ്യ കിട്ടുക. ഈ 70,000 ഉറുപ്പ്യ കിട്ടുന്നവനാണോ ലക്ഷങ്ങൾ PR കൊടുക്കേണ്ടത്? ഇയാൾക്ക് എന്താ ചൊറിച്ചലുണ്ടാ? അത് മാത്രമല്ല, ഇയാളിപ്പോ ഒരാഴ്ച 2 ആഴ്ച വരെ നിൽക്കുമെന്നെ സംശയമാണ്. അങ്ങനെയുള്ള ആളാണോ അവിടെ പോയിട്ട് PR കൊടുത്തു എന്ന് പറയേണ്ടത്? അപ്പൊ പച്ച നുണകളാണ് പുറത്തു വന്നത്. അതായത് ഇവരുടെ PR-നെ മറക്കാൻ വേണ്ടിയിട്ടുള്ള പച്ച നുണകളാണ് ഇവറ്റകൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.